എല്ലാ കണ്ണുകളും ഇപ്പോൾ ഡൽഹിയിലാണ്. രാജാജി മാർഗിലെ 10 നമ്പർ വസതി മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിയാണ്. അവിടേക്ക് മാധ്യമ വിഭാഗം തലവൻ ജയറാം രമേശ് ഉൾപ്പെടെ ബാക്കി എല്ലാവരും നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ എത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം അവിടെ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. അവിടുത്തെ കൂടിയാലോചനകൾ വളരെ നിർണായകമാണ്. അതിനുശേഷമായിരിക്കും ഇനി തുടർ നടപടികളിലേക്ക് കടക്കാൻ പോകുന്നത്. നമുക്ക് തിരുവനന്തപുരത്തേക്കാണ് ഇനി പോകാനുള്ളത്. അതെ, അതിനിടെ തിരുവനന്തപുരത്ത് ഇന്ന് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം നേരത്തെ ഉച്ചയ്ക്ക് 1 മണിക്ക് നിശ്ചയിച്ചിരുന്നതാണ്. പക്ഷേ 1 മണിക്ക് ചേരില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. കാരണം ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക വിമാനം വൈകിട്ട് 4 മണിക്കാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇറങ്ങാൻ നിശ്ചയിച്ചിട്ടുള്ളത്. അതുതന്നെ ഇനിയും വൈകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഏതായാലും ഇതിന്റെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നാർ ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, പ്രത്യേക സംഘം ഇന്ന് ഹൈക്കമാൻഡ് സംഘം വൈകിട്ട് 4 മണിയോടെ തിരുവനന്തപുരത്ത് ഇറങ്ങുമെന്നാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ അത് സംബന്ധിച്ച ആ വിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങുന്നത് സംബന്ധിച്ച സമയം വൈകുമോ എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന്റെ സമയവും മാറ്റിയിട്ടുണ്ടല്ലോ ശ്രീജിത്ത്. ദിലീപ്, ഉച്ചയ്ക്ക് 1 മണിക്കാണ് നേരത്തെ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഡൽഹിയിൽ നിന്ന് ഹൈക്കമാൻഡ് നിരീക്ഷകരും കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും എത്തുന്ന ചാർട്ടേഡ് വിമാനം 4 മണിക്കാണ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുന്നത്. വിമാനം 1 മണിക്കാണ് ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്നതെന്നാണ് നമുക്ക് ഇവിടെ വിമാനത്താവളത്തിൽ മറ്റും അറിയിച്ചിരിക്കുന്നത്. നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ, ഒപ്പം തന്നെ ദീപാദാസ് മുൻഷി, ഉത്തരാഖണ്ഡിൽ നിന്നുള്ള നേതാവ് സൂര്യകാന്ത് ദുഷ്മൻ എന്നിവരാണ് ഈ വിമാനത്തിലുണ്ടാവുക. അവർ എത്തുന്നത് 4 മണിയാകും. അതിനുശേഷം മാത്രമേ ഈ നിയമസഭാ കക്ഷി യോഗം ഉണ്ടാകൂ. തിരുവനന്തപുരത്ത് വന്ന ശേഷം നിരീക്ഷകർ പ്രധാന നേതാക്കളെ കൂടി കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുകൂടി കണക്കിലെടുത്താണ് സമയം ഇപ്പോൾ കൃത്യമായി പറയാത്തത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് വൈകുന്നേരം 6 മണിയോടെ മാത്രമേ നിയമസഭാ കക്ഷി യോഗം നടക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദിലീപ്. ശ്രീജിത്ത്, അതായത് പ്രഖ്യാപനം കേരളത്തിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. അത് ഇന്ന് ലേറ്റ് ഈവനിങ്, അതായത് രാത്രിയോടുകൂടിയായിരിക്കും ആ പ്രഖ്യാപനം വരാൻ സാധ്യതയുള്ളത്, അല്ലേ? പ്രഖ്യാപനം കേരളത്തിൽ തന്നെ നടത്തുക എന്ന ഉദ്ദേശമാണ് ഹൈക്കമാൻഡിനുള്ളത്. അതുകൊണ്ടാണ് 1 മണിക്ക് നിയമസഭാ കക്ഷി യോഗം വിളിക്കാൻ ഇന്നലെ നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇപ്പോൾ രാവിലെ രാഹുൽ ഗാന്ധിയുടെ വസതിയിലും മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലും കൂടിയാലോചനകൾ നടക്കുകയാണ്. ആ കൂടിയാലോചനകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ സംസാരിക്കുന്നുണ്ട് എന്ന വിവരം നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ കൺസൾട്ടേഷനുകൾ നീണ്ടുപോകുന്നത് കൊണ്ടാണ് ഹൈക്കമാൻഡ് നിരീക്ഷകർക്ക് കുറച്ചുകൂടി നേരത്തെ അവിടെ നിന്ന് പുറപ്പെടാൻ സാധിക്കാത്തത്. പുറപ്പെടാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് മാറ്റുന്നത്, അതായത് യോഗം മാറ്റിവെക്കുന്നത്. ഈ പ്രഖ്യാപനം ഇവിടെ തന്നെയാകും. അതിന് കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ അംഗീകാരം നേടേണ്ടിയിരിക്കുന്നു. നേടേണ്ടത് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയായിരിക്കും ഗവർണറെ കാണാൻ പോകുന്നത്. ഏതായാലും നിയമസഭാ കക്ഷി യോഗം വൈകും എന്ന തീരുമാനം ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അത് വൈകിട്ട് 6 മണിയെങ്കിലും ആകും തുടങ്ങാൻ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ എത്തിയ ശേഷം ഏതാനും ചില നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തിയായിരിക്കും നിയമസഭാ കക്ഷി യോഗത്തിലേക്ക് കടക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.